ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററാണ്. അത് ഫ്ലോ ആൻഡ് പൊട്ടൻഷ്യൽ ഇൻ നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ബേസിക്കലി നമുക്ക് വേണ്ട ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് വേണ്ട ഒരു പ്രീ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് തിയറിനെ കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇപ്പോൾ ഗ്രാഫ് തിയറി നമ്മൾ കഴിഞ്ഞ നമ്മൾ ചെയ്തതാണ്, പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്യാം. കാരണം ഇതിൽ നൊട്ടേഷൻസ് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ അവിടെ പഠിച്ച പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നൊട്ടേഷൻസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്ന് എന്തായാലും ബ്രഷപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതിൽ ഈ സെക്ഷനിലെ കൊണ്ട് ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതിൽ എന്താ കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. അതിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമ്മുടെ അടുത്തൊരു നെറ്റ്വർക്ക് ഉണ്ട്. നോഡ്സ് എന്ന് പറയുന്നത് ശരിക്കും ഈ കാണുന്ന സംഭവങ്ങൾ നോഡ്സ്, വെർട്ടിസസ്. പിന്നെ ഒരു എഡ്ജസ് ലൈക്ക് ദിസ്, അങ്ങനെ കുറേ എഡ്ജസ് ഉണ്ട്. ഓക്കെ, ചിലപ്പം ഡയറക്റ്റഡ് ഉണ്ടാവും, അൺഡയറക്റ്റഡ് കേസ് ഉണ്ടാവും. പക്ഷേ മാക്സിമം ഇതിൽ ഡയറക്റ്റഡ് കേസാണ് നമ്മൾ ഡിസ്കഷനിൽ വരുന്നത്. അപ്പോൾ ഞാനിപ്പം ഈ എഡ്ജസിനൊക്കെ ഒരു പെർട്ടിക്കുലർ വെയിറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് 3, 2, 5, 16, 1, 2, 18, 3 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെയിറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ, ഞാൻ പറയുകയാണ് നിങ്ങളോട്, ഇത് നമ്മൾ എവിടെയെങ്കിലും ഒരു റോഡ് മാപ്പാണെന്ന് വിചാരിക്കുക. നമ്മൾ കോഴിക്കോടുള്ള എവിടെയെങ്കിലും റോഡ് മാപ്പാണ്. ഇത് ഓരോ ജംഗ്ഷൻസാണ്, ഈ നോഡ്സ് എന്നുള്ള ജംഗ്ഷൻസാണ്. ഈ കാണുന്ന എഡ്ജസ് എന്ന് പറഞ്ഞാൽ അത് കണക്ട് ചെയ്യുന്ന റോഡ്സ് ആണ്. സപ്പോസ് ഈ ഡയറക്ഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് എത്താൻ ഏറ്റവും ചെറിയ വഴി ഏതാണ്? അപ്പോൾ ഈ കാണുന്നതാണ് ഇൻ കിലോമീറ്റർ ലെങ്ത്ത്. എ എന്ന് ഇപ്പം സിയിലേക്ക് പോകാനുള്ള വലിപ്പം എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ ആണ്, ദൂരം തന്നെ 3 കിലോമീറ്റർ. എ എന്ന് ഡിയിലേക്ക് പോകാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 16 കിലോമീറ്റർ ആണ്. അപ്പം നമ്മൾ ഓബിയസ്ലി എന്ത് ചെയ്യും? നമ്മൾ എ ടു ഡി ഈ വഴി പോകാണ്ട് നമ്മൾ എ ടു സി വന്ന് സിന്ന് ഡിയിലേക്ക് വരും അല്ലേ? കാരണം എ ടു സി ടു ഡി വന്ന് നമുക്ക് 8 കിലോമീറ്റർ പറഞ്ഞാൽ മതി. എ ടു ഡി വരണമെങ്കിൽ 16 കിലോമീറ്റർ പോകണം. അങ്ങനെ നമ്മൾ ഈ എ മുതൽ ബി വരെ എത്തിപ്പെടാൻ നമുക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള റൂട്ട് ഏതാ കണ്ടുപിടിക്കണം. അതൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഒരു എന്താ പറയുക, ജനറൽ പ്രോബ്ലംസ് ആണ്. നമ്മൾ ഇതിൽ വരുന്ന റിയൽ വേൾഡിൽ വരുന്ന ജനറൽ പ്രോബ്ലംസ് ആണ്. നമ്മൾ മോഡൽ ചെയ്യുന്നു, നമ്മളത് ഈ രൂപത്തിൽ മോഡൽ ചെയ്തെടുത്താൽ നമുക്കത് സോൾവ് എടുക്കാൻ പറ്റും. നമുക്ക് വേണം ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണം ചെയ്യാം, ഒരു പ്രൊജക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. ഇതിൽ എങ്ങനെ നമുക്ക് ഇന്ന പ്ലേസിലേക്കുള്ള മിനിമം പാത്ത് നമ്മൾ അൽഗോരിതംസ് വെച്ച് ഇതിനൊക്കെ ഓരോ അൽഗോരിതംസ് ഉണ്ട്, അത് വെച്ച് കണ്ടുപിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാം അല്ലേ? ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഓപ്പറേഷൻസ് സബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത് വേണം നമുക്ക് വേറെയും കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു മിനിമം സ്പാനിങ് ട്രീ ഓഫ് എ പെർട്ടിക്കുലർ ഗ്രാഫ് എന്നൊരു നോഷൻ ഉണ്ട്. നമുക്കറിയാം, നിങ്ങൾക്ക് ട്രീ ഒക്കെ എന്താ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. ഇപ്പം ഈ ഒരു ഗ്രാഫിൻ്റെ മിനിമം സ്പാനിങ് ട്രീ എന്താ എന്ന് വെച്ചാൽ, സ്പാനിങ് ട്രീ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വെർട്ടിസസ് എല്ലാം ഉണ്ടാവണം ആ ട്രീയിൽ. ഒരു ട്രീ ആയിരിക്കണം, ഇതിൻ്റെ ഒരു സബ് ഗ്രാഫ് ആയിരിക്കണം. ഒബ്വിയസ്ലി അതിൽ എല്ലാ വെർട്ടിസസും ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ അതായത് നമുക്ക് എന്താ കിട്ടും? സ്കെൽട്ടൻ പോലത്തെ ഒരു സാധനം കിട്ടും, ഒരു സ്കെൽട്ടൻ സംതിങ് കണ്ടെയ്നിങ് ഓൾ ദ വെർട്ടിസസ്. ഓക്കെ, അത് ട്രീ ആയിരിക്കണം. പക്ഷേ ഇതിൽ കണ്ടുപിടിക്കുന്ന ഈ ട്രീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഈ വെയ്റ്റ്സ് കൊടുക്കുന്നുണ്ടല്ലോ, വെയ്റ്റ്സ് കൊടുക്കുന്ന അതിൻ്റെ ഒരു മിനിമാലിറ്റി കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഈ മിനിമം സ്പാൻ ട്രീ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു വെർട്ടെക്സ് നിങ്ങൾ എടുത്ത് ഒരു വെർട്ടെക്സിന് വേറെ വെർട്ടെക്സായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇവിടുന്ന് ഇങ്ങോട്ട് എത്താനുള്ള ഷോർട്ടസ്റ്റ് പാത്ത് പറഞ്ഞാൽ ഇങ്ങനെ വന്നാൽ കിട്ടുന്നതായിരിക്കും. അപ്പം ആ രീതിയിലൊക്കെ നമുക്കിത് പറയാം. ഇതിൻ്റെ മിനിമം സ്പാൻ ട്രീൻ്റെ വേറെയും കുറേ കാര്യങ്ങൾ പറയാം. പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് മിനിമം സ്പാൻ ട്രീ യുണീക്ക് ആയിക്കോണമെന്നില്ല, ഒന്ന് കൂടുതൽ എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിസ്കഷൻ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെയാണ് കാര്യമായിട്ട് ഈ ഒരു സെക്ഷനിൽ വരുന്നത് നമുക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ ബേസിക് ടേംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സമയം അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞ ഇതിൽ ബേസിക് ഡെഫിനിഷൻസ് ഫസ്റ്റ് പറയാം, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇവിടെ ഒരു യൂസ് ചെയ്യുന്ന വിയും യു ആണ്. വെർട്ടെക്സ് സെറ്റിന് വിയും എഡ്ജ് സെറ്റിന് യു ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വി യു എന്ന പേരാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എഡ്ജസ് ഡീനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഓർഡേഡ് പെയറാണ്, വി ജെ വി കെ. ഗ്രാഫിൻ്റെ എഡ്ജ് ഡീനോട്ട് ചെയ്യുന്നത് വി ജെ വി കെ. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുകയാണ്, V1, V2, V3, V4. ഇവിടുത്തെ ഈ എഡ്ജ് ഡീനോട്ട് ചെയ്യുന്നത് V1, V2, അങ്ങനെ ഓർഡേഡ് പെയർ ആയിരിക്കും. ചില കേസിലകത്ത് നമ്മൾ UIs തന്നെ പറയും, അല്ലെങ്കിൽ ആർക്സ്. ഈ എഡ്ജസ് നമ്മൾ ആർക്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ U1 എന്നോ
കൊടുത്ത് ഡിനോട്ട് ചെയ്യും, അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഗ്രാഫ് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി ഡയറക്റ്റഡ് ഗ്രാഫ്സ് നോക്കുമ്പോൾ എഡ്ജിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ്, ഞാൻ വരച്ച ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ V1 to V4 ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ്. അപ്പം ഈ എഡ്ജ് നമ്മൾ എഴുതുക V1 V4 എന്നാണ്. ഡയറക്റ്റഡ് ഗ്രാഫിൽ V1 V4 എന്ന് പറയുന്നത് V1 V4ലേക്കുള്ള ഒരു എഡ്ജാണ്, ഇങ്ങനെ ഡയറക്ഷനുള്ള ഒരു എഡ്ജ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ V4 ഇതിപ്പം ഇങ്ങനെയാണെങ്കിലോ അതെന്താ എഡ്ജ് വരിക? V4 V3 എന്ന് വരിക. V3 V4 അല്ല, V4 V3 എന്ന് വരിക. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മളിവിടെയും ഡയറക്റ്റഡ് ഗ്രാഫിൽ എഡ്ജിൽ വരുന്ന വ്യത്യാസങ്ങൾ. വെർട്ടിസസ് എന്തായാലും സെയിം തന്നെയാണ് വരിക. പിന്നെ നമ്മളിവിടെയും ഡിനോട്ട് ചെയ്യുന്നത് G(UV) എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഗ്രാഫിന് G(UV) തന്നെയാണ്, V വെർട്ടെക്സ് സെറ്റും U എഡ്ജ് സെറ്റും. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഗ്രാഫ് എപ്പോഴാണ് ഫൈനൈറ്റ് എന്ന് പറയാം? സെറ്റ് ടു ബി ഫൈനൈറ്റ് വെൻ V and U ആർ ഫൈനൈറ്റ് സെറ്റ്സ്. നമ്മുടെ അടുത്തുള്ള വെർട്ടിസസിൻ്റെ സെറ്റും അതുപോലെ എഡ്ജസിൻ്റെ സെറ്റും ഫൈനൈറ്റ് സെറ്റ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ ഫൈനൈറ്റ്, ഗ്രാഫ് സെറ്റ് ടു ബി ഫൈനൈറ്റ്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ ഡിസ്കഷൻസ് മൊത്തം, ഈ ചാപ്റ്ററിലെ ഡിസ്കഷൻസ് മൊത്തം ഫൈനൈറ്റ് ഗ്രാഫ്സ് തന്നെയാണ്, ഇൻഫിനിറ്റ് ഗ്രാഫ്സ് ഡിസ്കഷനൊന്നുമില്ല. ഓക്കെ, സോ അപ്പോൾ നൊട്ടേഷൻസ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക? വെർട്ടിസസ് ഇതുപോലെ നമ്മൾ റൗണ്ടായിട്ട് കൊടുക്കും. അപ്പോൾ ഇതിൽ 1 2 3 4 എന്നൊക്കെ എഴുതിയ കാണുന്നില്ല, റൗണ്ടായിട്ട് കൊടുക്കും. ഇത് എനിക്ക് തോന്നുന്നു 9 ആണെന്ന് തോന്നുന്നു. അതെ, ആൻഡ് എഡ്ജസ് ഇതുപോലെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണാം, ഇവിടെ U1 U2 U3 U4 എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് 1 to 2 പോകുന്ന ഈ ആർക്കിന് നമ്മൾ V1 V2 എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ U1 എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അത് എന്താ ഇൻഡെക്സിങ്, ഈ U1ൻ്റെ ഈ I ഇതിന് ഇൻഡെക്സിങ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ, ഈ ഇൻഡെക്സിങ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ ജസ്റ്റ് ഡിനോട്ട് ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു ഗ്രാഫ് സ്ട്രക്ചർ വേണമെങ്കിൽ, അപ്പോൾ അതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണല്ലോ അല്ലേ. അപ്പോൾ ഗ്രാഫ് തിയറി പഠിച്ചത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിൽ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ, an arc directed or undirected is said to be incident with a vertex which it joins to some other vertex. അതിപ്പോൾ നമ്മളൊരു വെർട്ടെക്സ് എടുക്കുകയാണ് 1, ഈ വെർട്ടെക്സ് എടുത്തു. നമുക്ക് പറയാം ഈ U1 എന്ന് പറഞ്ഞ ആർക്കും U2 എന്ന് പറഞ്ഞ ആർക്കും രണ്ടും, U1 എന്ന് പറഞ്ഞ ആർക്കും അതുപോലെ U2 എന്ന് പറഞ്ഞ ആർക്കും രണ്ടും ഇൻസിഡൻറ്റ് വിത്ത് വെർട്ടെക്സ് V1 അല്ലെങ്കിൽ 1 ആണ്, V1 അല്ലെങ്കിൽ 1 ആണ്. ഓക്കെ, U1 U2 ഇൻസിഡൻറ്റ് വിത്ത് 1 ആണ്, U1 U3 U4 ഇൻസിഡൻറ്റ് വിത്ത് 2 ആണ്, ആ രീതിയിൽ. ഓക്കെ, ഇനി ഇത് രണ്ട് നോഷനിൽ വെച്ചാൽ പറയുന്നത് വെച്ചാൽ ഇൻസിഡൻറ്റ് ടു പിന്നെ ഇൻസിഡൻറ്റ് ഫ്രം, രണ്ട് നോഷൻ പറയുന്നുണ്ട് എ വെർട്ടെക്സ്. അപ്പം ഇപ്പോൾ നിങ്ങൾ U1 നോക്കുകയാണെങ്കിൽ U1ൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? U1ൻ്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് 1 നിന്ന് 2ലേക്കാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, അതായത് V1 V2 എന്ന ആർക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ U1 എടുത്ത് നമുക്ക് എന്ത് പറയാം? ഇത് ഡയറക്റ്റഡ് ആർക്ക്, ഇതൊരു ഡയറക്റ്റഡ് ആർക്കാണ്, ഡയറക്റ്റഡ് എഡ്ജ് ആണല്ലോ, ഡയറക്റ്റഡ് എഡ്ജ് അല്ലെങ്കിൽ ഡയറക്റ്റഡ് ആർക്ക്. ഈ ഡയറക്റ്റഡ് എഡ്ജ് ഇസ് സെറ്റ് ടു ബി ഇൻസിഡൻറ്റ് ഫ്രം എവിടുന്ന? ഫ്രം V1 എന്ന് പറയാം. U1 ഇസ് ഇൻസിഡൻറ്റ്, ഇത് ഓരോ നൊട്ടേഷൻസ് ഓരോ ബുക്കിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻസിഡൻറ്റ് ഫ്രം V1 ആൻഡ് ഓൾസോ U1 ഇസ് ഇൻസിഡൻറ്റ് ടു V2. കാരണം ഡയറക്ഷൻ ഇങ്ങോട്ടാണല്ലോ, V2ലേക്ക് ഇൻസിഡൻ്റ് ആണ്, അങ്ങനെ പറഞ്ഞത്. U1 ഇസ് ഇൻസിഡൻറ്റ് ടു V2 ആൻഡ് ഫ്രം V1. ഓക്കെ, U1 ഇസ് ഇൻസിഡൻറ്റ് ടു V2 ആൻഡ് ഫ്രം V1, ആ രീതിയിൽ. ഓക്കെ, സോ ആ രണ്ട് നൊട്ടേഷൻസ് യൂസ് ചെയ്യാം. പിന്നെ വേറെയും പറയുന്നുണ്ട്, പിന്നെ ഈ ഇൻസിഡൻറ്റ് ഫ്രം V1 പകരം ഗോയിങ് ഫ്രം V1 എന്നും ഗോയിങ് ടു V2 എന്നും പറയും. ഇത് ഇൻസിഡൻറ്റ് ഫ്രം V1 ആണെങ്കിൽ ഗോയിങ് ഫ്രം V1 എന്ന് വിളിക്കും നമ്മൾ. ഇത് ഇൻസിഡൻറ്റ് ടു V2 ആണെങ്കിൽ ഗോയിങ് ടു V2 എന്നും പറയും. ആ രണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഒരു പെർട്ടിക്കുലർ ആർക്കിൻ്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഇപ്പോൾ V1 V2 എടുക്കുകയാണെങ്കിൽ V1 എന്ന് പറഞ്ഞ ആ ആർക്കിൻ്റെ ഇനീഷ്യൽ വെർട്ടെക്സും VK അതിൻ്റെ ടെർമിനൽ വെർട്ടെക്സും. അപ്പോൾ അതിലിപ്പോൾ പറയുകയാണെങ്കിൽ V1 ഇനീഷ്യൽ വെർട്ടെക്സും V2 അതിൻ്റെ ടെർമിനൽ വെർട്ടെക്സും ആയിരിക്കും. ഇവിടെ V1 V2 പകരം 1 2 എന്നൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം അത് രണ്ട് രീതിയിലും അവർ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് അത് വി ആർ ഡിനോട്ടിങ് ദ വെർട്ടെക്സ് ആസ് J എന്ന് പറയും, VJ ഇസ് ഡിനോട്ടഡ് ആസ് J എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, പക്ഷേ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യണം. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരാം. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയിട്ട് മുമ്പോട്ട് പോകാം. ഇനി സബ് ഗ്രാഫ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്താ സബ് ഗ്രാഫ് എന്നല്ലേ. ഒരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് എന്താ? വെർട്ടെക്സ് സെറ്റ് വിയും എഡ്ജ് സെറ്റ് യു ആണെങ്കിൽ V1 എന്ന് പറഞ്ഞ സബ്സെറ്റ് എടുക്കുക വിൻ്റെ, അതുപോലെ V1 subset of V and U containing all those R's of G which connects the vertices of G1. അതായത് E1 എന്ന് പറയുന്നത് ശരിക്കും ഒരു സബ്സെറ്റ് ഓഫ് U1 സബ്സെറ്റ് ഓഫ് U ആണ്. അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഗ്രാഫിനെ നമ്മൾ സബ് ഗ്രാഫ് എന്ന് വിളിക്കുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മൾ പണ്ട് പഠിച്ച ഡെഫിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞ സബ് ഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ അവിടെ രണ്ട് ടൈപ്പ് ഓഫ് സബ് ഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രാഫ് തിയറിയിൽ. ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫും പഠിച്ചിട്ടുണ്ടായിരുന്നു, സാധാ ഒരു സബ് ഗ്രാഫും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡ്യൂസ് സബ് ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ? ഇൻഡ്യൂസ് സബ് ഗ്രാഫിൻ്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ഗ്രാഫ് എടുത്തു, ഇതിലിപ്പോൾ 3 വെർട്ടെക്സ് എടുത്തു വിചാരിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 3 വെർട്ടെക്സ് ഞാൻ ഇപ്പോൾ 1, 2, 3 എടുത്തു വിചാരിക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ സെറ്റ് V1 എടുത്താൽ. ഇൻഡ്യൂസ് സബ് ഗ്രാഫ് ആണ്. അതിൻ്റെ എഡ്ജസ് എന്തൊക്കെയായിരിക്കും? U1 എന്ന് പറഞ്ഞാൽ നമുക്ക് U1, U2 ആൻഡ് U3 വരും. ഇത് മൂന്നിലും കണ്ടെയ്ൻ ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന എല്ലാ വെർട്ടിസസും ഇതിൽ വരും. ഇതൊരു ഇൻഡ്യൂസ് സബ് ഗ്രാഫാണ്. ആ ഐഡിയ ആണ് ഇവർ ഇവിടെ നോർമൽ സബ് ഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഈ ബുക്കിൽ സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതാണ്. ആൻഡ് U1 കണ്ടെയ്നിങ് ഓൾ ദോസ് ആർക്സ് ഓഫ് G വിച്ച് കണക്ട് ദ വെർട്ടിസസ് ഓഫ് G1 എന്നാണല്ലോ പറയുന്നത്. അപ്പം എല്ലാ ആർക്കുകളും G1 വെർട്ടിസസിനെ കണക്ട് ചെയ്യുന്ന എല്ലാ ആർക്കുകളും നമ്മൾ വരച്ച അതിൻ്റെ മീനിങ് എന്താ? നമ്മൾ പണ്ട് പഠിച്ച ഐഡിയ വെച്ചിട്ട് ഒരു ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫിൻ്റെ ഐഡിയ ആണ്. പാർഷ്യൽ സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഈ എഡ്ജ് സെറ്റും സബ്സെറ്റ് ഓഫ് U ആയാൽ മതി. അതിപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ നോക്കിയാൽ V1 U1 ഈസ് എ സബ് ഗ്രാഫ്. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതാം. നമ്മൾ പണ്ട് പഠിച്ച ഐഡിയ വെച്ചിട്ട് ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്. ഇനി ഇതിൽ ജസ്റ്റ് ഞാൻ ഈ U1 മാറ്റി V1 V2 ഞാൻ സെയിം സെറ്റ് എടുത്തു. U2 ഞാൻ എടുക്കുന്നത് U1 U2 മാത്രം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ V2 U2 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ സബ് ഗ്രാഫ്. അതായത് നോർമൽ, നമ്മൾ പഠിച്ച നോർമൽ സബ് ഗ്രാഫ്. അതിൽ എഡ്ജസ് എല്ലാം വേണമെന്ന് നിർബന്ധമില്ല. എഡ്ജസ് എപ്പോഴും എല്ലാം വേണമെന്ന് എപ്പോഴാണ് നിർബന്ധം വരിക? അത് ഇൻഡ്യൂസ്ഡ് ആകുമ്പോഴാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഫോളോ ചെയ്യുന്ന നൊട്ടേഷൻ അതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ നമ്മൾ ഈ ബുക്കിൻ്റെ നൊട്ടേഷൻസ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഇതന്നെ ഫോളോ ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി നമുക്ക് ഈ നൊട്ടേഷൻസ് ഒക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് നേരിട്ട് കോൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. അപ്പം മനസ്സിൽ വയ്ക്കുക, ഇവിടുത്തെ സബ് ഗ്രാഫ് പറഞ്ഞാൽ ഇൻഡ്യൂസ് സബ് ഗ്രാഫ് ആണ് കേട്ടോ. അതുപോലെ പാർഷ്യൽ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പാർഷ്യൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള നമ്മളെ സബ് ഗ്രാഫ്, അത്രേ ഉള്ളൂ. ഇൻഡ്യൂസ് സബ് ഗ്രാഫ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാലോ അല്ലേ? ഞാൻ രണ്ടാമത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ കഴിഞ്ഞ സമയം പഠിച്ച കാര്യമാണ്, ഞാൻ ഒന്നുകൂടി പറയുന്നാലും. ഇതാണ് നമ്മളെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഡയറക്റ്റഡ് ഇൻഡയറക്റ്റഡ് ആയാലും കുഴപ്പമില്ല. ABCDE. അപ്പോൾ ഞാൻ എയും ബിയും ഇയും ഈ 3 വെർട്ടെക്സാണ് എൻ്റെ വെർട്ടെക്സ് സെറ്റിൽ എടുക്കുന്നത്, സബ് ഗ്രാഫിൻ്റെ വെർട്ടെക്സ് സെറ്റിൽ എടുക്കുന്നതെങ്കിൽ എൻ്റെ എഡ്ജ് സെറ്റ് എന്തായിരിക്കും? എയും ബിയും ഇയും വന്നു കഴിഞ്ഞാൽ എയും ഇത് മൂന്നിനെയും കണക്ട് ചെയ്യുന്ന എല്ലാ എഡ്ജും നമ്മുടെ ഒറിജിനൽ ഗ്രാഫിലുള്ള നമ്മുടെ എഡ്ജ് സെറ്റിൽ ഉണ്ടാവണം. ഇവിടെ എഡ്ജ് സെറ്റ് U1 ആയതുകൊണ്ട് ഏതാ? AE ഉണ്ടാവണം, AB ഉണ്ടാവണം, പിന്നെ EB അല്ലെങ്കിൽ BE. അവിടെ ഞാൻ ഡയറക്ഷൻ കൊടുത്തിട്ടില്ല, അപ്പോൾ എങ്ങനെയാണ് എഴുതാം. ഓക്കെ, പക്ഷേ ഇതേ ഗ്രാഫിൽ നിങ്ങൾ V1 സെയിം കൊടുക്കുക, സെയിം V1ഉം U1 നിങ്ങൾ അല്ലെങ്കിൽ V1 സെയിം എടുക്കുക, V2 തന്നെ. U2 ഞാൻ അഥവാ 2 എഡ്ജ് മാത്രം കൊടുക്കുകയാണ്, ഈ എഡ്ജും ഈ എഡ്ജും മാത്രം, അതായത് ABയും AEയും. അപ്പോൾ ഇതെന്തായി? അപ്പോൾ ഇവിടെ V1 U1 എന്ന് പറഞ്ഞ ഒരു ഇൻഡ്യൂസ് സബ് ഗ്രാഫാണ്. ഇവിടെ V2 U2 എന്ന് പറഞ്ഞാൽ നോർമൽ സബ് ഗ്രാഫാണ്. അതായത് നമ്മൾ ഈ ഡെഫിനിഷൻ അനുസരിച്ച് പാർഷ്യൽ സബ് ഗ്രാഫ്, ഇവരുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇത് സബ് ഗ്രാഫ്. ഓക്കെ, പക്ഷെ നമ്മൾ പണ്ട് ഗ്രാഫ് തിയറി പഠിച്ചതനുസരിച്ച് ഇതായിരുന്നു നോർമൽ ആയിട്ടുള്ള സബ് ഗ്രാഫും ഡെഫിനിഷനും. ഇത് എന്തായിരുന്നു? ഇൻഡ്യൂസ് സബ് ഗ്രാഫ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട് നമുക്ക് ആവശ്യമുള്ള, അതിലേക്ക് പോകാം. അപ്പോൾ V1ഉം V2 രണ്ട് സബ്സെറ്റ്സ് എടുക്കുക. നമ്മളെ ഗ്രാഫിൻ്റെ രണ്ട് സബ്സെറ്റ്സ് എടുക്കുക, വെർട്ടെക്സ് സെറ്റിൻ്റെ സബ്സെറ്റ്സ് എടുക്കുക, V1 V2 ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഹാവ് നോ കോമൺ വെർട്ടെക്സ്. അത് അവർ തമ്മിൽ ഒരു കോമൺ വെർട്ടെക്സും ഇല്ലാത്ത രീതിയിലുള്ള രണ്ട് വെർട്ടെക്സ് സെറ്റിൻ്റെ രണ്ട് സബ്സെറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ, ആൻഡ് രണ്ട് ആർക്കുകൾ, ഒരു ആർക്ക് എടുക്കുക, UI എന്നൊരു ആർക്ക് എടുക്കുക, അതായത് VJ VK. അതിൽ VJ ഫസ്റ്റ് വെർട്ടെക്സ് സബ്സെറ്റ് V1ലും
വി കെ സെക്കൻഡ് സബ്സെറ്റ് V2 എടുക്കാം എങ്കിൽ then ui is set to be incident or going from V1 and incident to or going to V2. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നൊട്ടേഷൻ തന്നെ. V1 VJ VK പറഞ്ഞ ആർക്കാണ് എന്ത് വരും? ഇത് സ്മോൾ V1 അല്ല, ഇത് ക്യാപിറ്റൽ V1 ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രാഫിൻ്റെ ഒരു വെർട്ടെക്സ് സെറ്റ് എടുക്കുക, സബ്സെറ്റ് V1. ഇതിൽ കുറേ വെർട്ടിസസ് ഉണ്ടാവും, ഇതിൽ കുറേ വെർട്ടിസസ് ഉണ്ടാവും. ഇത് V2 സെക്കൻഡ് സബ്സെറ്റ് എടുക്കുക. ഇതിലൊരു ആർക്ക് നമ്മൾ ഇങ്ങനെ ഒരു ആർക്ക് എടുക്കുകയാണ് UI. ഇത് VJ VK ആണ്, ഇത് സ്മോൾ ലെറ്റർ ആണ്. VJ VK സ്മോൾ ലെറ്റർ VJ VK ആണെങ്കിൽ ഇത് UI എന്ന് പറഞ്ഞ ആർക്കാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ UI ഇസ് ഇൻസിഡൻറ്റ് ഫ്രം ക്യാപിറ്റൽ V1 ആൻഡ് ഇൻസിഡൻറ്റ് ടു ക്യാപിറ്റൽ V2. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു എഡ്ജ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ പറയുന്നത്. ഇപ്പോൾ രണ്ട് വേർട്ടെക്സ് സെറ്റ് നമ്മൾ എടുക്കുകയാണ്. രണ്ട് വേർട്ടെക്സ് സെറ്റിൽ നമ്മൾ വേർട്ടെക്സ് സെറ്റിൻ്റെ രണ്ട് സബ്സെറ്റ്സ് എടുത്തിട്ട് ഡിസ്ജോയിൻറ്റ് സബ്സെറ്റ്സ് ആണ് കേട്ടോ. അതായത് അവർ തമ്മിൽ ഷെയർ ചെയ്യുന്ന വേർട്ടെക്സ് ഒന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു വേർട്ടെക്സിൽ നിന്ന് മറ്റേ വേർട്ടെക്സിലേക്കുള്ള ഒരു വേർട്ടെക്സ് സെറ്റിൽ നിന്ന് ഈ V1 എന്ന സബ്സെറ്റിൽ നിന്ന് വേറെ V2 എന്ന സബ്സെറ്റിലേക്കുള്ള ഒരു എഡ്ജ് വരച്ച് കഴിഞ്ഞാൽ എന്ത് പറയാം? ഇത് V1 V2 എന്ന് പറഞ്ഞ ഒരു എഡ്ജാണ്. അപ്പോൾ ഇത് ശരിക്കും ഗോയിങ് ഫ്രം VJയും ഗോയിങ് ടു VKയുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് അതിലൊരു കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഇതിനെ എങ്ങനെയും പറയും. അതായത് ഈ എഡ്ജ് UI കണക്ട്സ് V1 ആൻഡ് V2 എന്ന് പറയും, അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് വിത്ത് ബോത്ത് V1 ആൻഡ് V2 എന്ന് പറയും. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് അത് V2 V3നെ V1 എന്നും V6 V9നെ V2 എന്നും എടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് നോക്കൂ. V2 V3 എന്ന് പറഞ്ഞാൽ ഈ ഇതിനെ ക്യാപിറ്റൽ V1 എന്നും V6 V9നെ നിങ്ങൾ ക്യാപിറ്റൽ V2 എന്ന് എടുത്താൽ രണ്ട് സെറ്റുകളെ കണക്ട് ചെയ്യുന്ന, രണ്ടിലും ഡിസ്ജോയിൻ്റ് ആണല്ലോ, രണ്ട് ഇൻ്റർസെക്ഷൻ ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ, അതായത് V1 എന്ന് പറഞ്ഞാൽ V2 V3യും V2 എന്ന് പറഞ്ഞാൽ V6 V9 എടുത്തു കഴിഞ്ഞാൽ ഇത് ഡിസ്കണക്റ്റഡ് ആണ്. അപ്പോൾ U4 എന്ന് പറഞ്ഞ എഡ്ജ് ആക്ച്വലി എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നതാണ്? V2 നിന്ന് V9ലേക്ക് പോകുന്ന എഡ്ജാണ്. അപ്പം U4 കണക്ട്സ് V1 ആൻഡ് V2 എന്ന് പറയും. അല്ലെങ്കിൽ U4 is adjacent with both ഇൻസിഡൻറ്റ് വിത്ത് V1 ആൻഡ് V2 എന്നും പറയും. അതാണ് അവിടെ പറയുന്ന നൊട്ടേഷൻ. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നൊട്ടേഷൻ. ഇത് നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്ന നൊട്ടേഷനാണ്. ഈ ഗാമ ഓഫ് VK എന്ന സാധനം എന്താണ്? അതായത് ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് എടുത്തു, എൻ്റെ സബ്സെറ്റ് VK എടുത്തു കഴിഞ്ഞാൽ ഗാമ ഓഫ് VK ക്യാപിറ്റൽ ഗാമ ഓഫ് VK എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ആർക്സ് ഓഫ് GUV ഇൻസിഡൻറ്റ് വിത്ത് സബ്സെറ്റ് VK ഓഫ് V. അതായത് ഒരു പെർട്ടിക്കുലർ VK നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനോട് ഇൻസിഡൻ്റ് ആയിട്ടുള്ള ആ ഗ്രാഫിലുള്ള എല്ലാ എഡ്ജസും എന്ത് പറയും? ഇവിടെ ഇൻസിഡൻ്റ് എന്നേ പറഞ്ഞു കേട്ടോ. ഇൻസിഡൻറ്റ് ടു അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ഫ്രം എന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഇൻസിഡൻറ്റ്. അതായത് രണ്ടും പെടും. അപ്പോൾ ഇൻസിഡൻ്റ് ആയിട്ടും ഇൻസിഡൻറ്റ് ആയിട്ടുള്ള എഡ്ജസ് മൊത്തം ആണ് ഗാമ ഓഫ് VKയിൽ പെടുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഗാമ ഓഫ് V1 നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഗാമ ഓഫ് V1 എന്ന് പറഞ്ഞ അല്ല, ഗാമ ഓഫ് V1 എന്താ? V1 എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുന്നത് എന്താ? V2 V3. അപ്പോൾ V2 ഇതിൽ കുറച്ചൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരാം, അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ ഇവിടെ V1 എന്ന് പറഞ്ഞാൽ V2 V3 അല്ലെങ്കിൽ 2 3 എന്ന് എഴുതാം. ഇവിടെ ഗാമ ഓഫ് V1 എന്ന് പറഞ്ഞാൽ ഇതിനോട് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എല്ലാ എഡ്ജസും ഏതൊക്കെയാണ് വരിക? U1 ഈ സെറ്റിലേക്ക് വരുന്ന ഒരു എഡ്ജാണ്, V2ലേക്ക് വരുന്നതാണ്. അപ്പം U1 ഇൻക്ലൂഡഡ് ആണ്. പിന്നെ U4 ഇവിടുന്ന് പോകുന്നതാണ്, പക്ഷേ എന്നാലും ഇൻക്ലൂഡഡ് ആണ്. U2 ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നതാണ്, എന്നാലും ഇൻക്ലൂഡഡ് ആണ്. ഇൻസിഡൻറ്റ് ഓൺ 3 ആണല്ലോ. U5 ഇൻസിഡൻറ്റ് ഓൺ 3 ആണ്. U6 ഇൻസിഡൻറ്റ് ഓൺ 3 ആണ്. 1 4 3 5 6 1 4 അതെ, U1 U2 U3 U4 U5 U6. അപ്പം അത് ഞാൻ എഴുതിയത് ശരിക്കും U1 U4 U3 U5 U6. അങ്ങനെ ഇത്രയും എഡ്ജസ് ആണ് ഗാമ ഓഫ് V1ൽ വരിക. ഇതിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് സാർ ഇതിൽ U3 പെടാഞ്ഞതെന്ന്. അല്ല, U3 ഇല്ല, സോറി, U3 വരില്ല. U1 U4 U2 U5 U6. U2 ഞാൻ ഉദ്ദേശിച്ചത്, U3 അല്ല അത് U2 ആണ് കേട്ടോ. ഇവരുടെ ഡെഫിനേഷൻ അനുസരിച്ച് ഇതിൽ U2 പെടില്ല. കാരണം അത് V1 എന്ന ആ സെറ്റ് V1 എന്ന 2 3 ആണല്ലോ. അപ്പോൾ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രാഫ് ഉണ്ടല്ലോ, അതിൻ്റെ ഇൻഡ്യൂസ് സബ് ഗ്രാഫ് ഉണ്ടല്ലോ, അതിലുള്ള എഡ്ജിൽ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഗാമ ഓഫ് V1 എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ സിംഗിൾ വെർട്ടെക്സ് ആയിട്ട് എന്താ കാണുക, എന്നിട്ട് അങ്ങനെ കണ്ടിട്ട് അതിലേക്ക് വരുന്ന എഡ്ജുകളും അതിൽ നിന്ന് പോകുന്ന എഡ്ജുകളും മാത്രമാണ് ഗാമ ഓഫ് V1 എന്ന് വരിക.
മനസ്സിലായോ? അപ്പോൾ U3 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ആ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. അത് മാറിപ്പോയത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോകും. കാരണം ഈ ഗാമ ഓഫ് V1 നമുക്ക് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം നൊട്ടേഷനിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഗാമ ഓഫ് V1 എന്ന് പറഞ്ഞാൽ ഇതിൽ U3 ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അത് രണ്ട് സംഭവം കൂടി വേറെ നൊട്ടേഷൻ വരുന്നുണ്ട്. ഈ ഗാമ ഓഫ് ഒരു പ്ലസ് ഓഫ് വി കെയും ഗാമ ഓഫ് മൈനസ് ഓഫ് വി കെയും. ഓക്കെ. ഗാമ ഓഫ് പ്ലസ് ഓഫ് വി കെ എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ആർക്സ് ഇൻസിഡൻറ്റ് ടു വി കെ എന്നാണ്. ഇപ്പോൾ നിങ്ങളിവിടെ V1 നോക്കുക. ഇപ്പോൾ നമ്മളെടുത്ത V1 ഏതായിരുന്നു? നമ്മളെടുത്ത V1 എന്ന് പറഞ്ഞാൽ V2 V3 അല്ലെങ്കിൽ 2 3 ആയിരുന്നു നമ്മളെ V1 അല്ലേ? അപ്പോൾ ഇതിൽ ഗാമ പ്ലസ് ഓഫ് V1 എന്ന് പറഞ്ഞാൽ V1ലേക്ക് ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസ്, അതായത് അതിലേക്ക് വരുന്ന ഡയറക്ഷനുള്ള എഡ്ജസ്. അപ്പോൾ ഏതാ വരിക? U1 വരുന്നുണ്ട്, U5 ഇതാണ് നമ്മളെ. അല്ല, ഇത് രണ്ടും മാത്രമല്ല, ഇതിലേക്ക് ഡയറക്ഷൻ വരുന്നുള്ളൂ, നമ്മൾ V1 സെറ്റിലേക്ക് ഡയറക്ഷൻ വരുന്നുള്ളൂ. അതേപോലെ ഗാമ മൈനസ് ഓഫ് V1 എന്ന് പറഞ്ഞാൽ V1 പുറത്തേക്ക് പോകുന്നത് ഏതൊക്കെയാണ്? V1 പുറത്തേക്ക് പോകുന്നത് നോക്കുക നിങ്ങൾ. U4 പുറത്തേക്ക് പോകുന്നുണ്ട്. V1 എന്ന് പറയുമ്പോൾ രണ്ടും കണക്കാക്കണം. V2 V3 എന്ന സ്മോൾ V2 അല്ലെങ്കിൽ 2 3 എന്ന വേർട്ടിസസ് രണ്ടും കണക്കാക്കിയിട്ട് വേണം ഇത് പറയാൻ കേട്ടോ. അപ്പം U4 വരുന്നുണ്ട്, അതുപോലെ U6 വരുന്നുണ്ട്, U2 വരുന്നുണ്ട്. അപ്പം U2 U4 U6, അത് U2 U4 U6, ഇതാണ് ഗാമ മൈനസ് ഓഫ് V1. അതന്നെയല്ലേ ഇവിടെ ഉള്ളത് നോക്കൂ. അതെ, U2 U4 U6ഉം U1 U5. അപ്പോൾ ഈ നൊട്ടേഷൻസ് മാറിപ്പോകാതിരിക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ V1 V2 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എഡ്ജസ് നമ്മൾ ആ ഇൻഡ്യൂസ് സബ് ഗ്രാഫിനകത്തുള്ള എഡ്ജസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കി അതിൻ്റെ അകത്ത് ആ ഇൻഡ്യൂസ് സബ് ഗ്രാഫിലേക്ക് വരുന്ന പുറത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ എഡ്ജസ്സോ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എഡ്ജസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ നോക്കുക. ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്താ പറഞ്ഞത് ഒന്നും കൂടി റിവൈൻഡ് ചെയ്താൽ ക്ലിയർ ആവും. ഇനി നമ്മൾ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന വാക്കാണ്. ഓക്കെ. അതായത് സീക്വൻസ് ഓഫ് arcs of a graph is that every intermediate arc UK has one vertex common with the arc UK minus 1 and another common with UK plus 1 is called a chain. And for example, the sequence U2 U3 U4 U7 in the figure is a chain, and we may also denote a chain by vertices which is connects. For example, the above chain may also be written as, ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. V1 V3യിലേക്ക് പോകുന്ന U2ഉം V3 നിന്ന് V2യിലേക്ക് പോകുന്ന ഇത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണ്. അവിടെ നമ്മൾ E1 E2 E3 ഒക്കെ യൂസ് ചെയ്യാറില്ല എഡ്ജസിന്. അങ്ങനെ എഴുതാറുണ്ട് നമ്മൾ. ഒരു പാത്തൊക്കെ എഴുതുമ്പോൾ നമ്മൾ എഴുതാറില്ല. കണ്ടിന്യൂസ് വേർട്ടിസ് ഏതൊക്കെയാണ് അതങ്ങോട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് പറയുന്നത്. ഇനി പറയുന്നത് എന്താ വെച്ചാൽ ചെയിൻ ബിക്കംസ് എ സൈക്കിൾ if its sequence of arcs, no arc is used twice and the first arc has a vertex common with the last arc. അത് നമ്മളവിടെ പറയുന്ന അതേ ഐഡിയ. ഒരു സൈക്കിൾ എപ്പോഴും ഉണ്ടാവുക, ആ ആർക്കിൻ്റെ ഒരു സീക്വൻസ് ഓഫ് ആർക്സ് ആയിരിക്കും, സീക്വൻസ് ഓഫ് എഡ്ജസ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ആർക്ക് ആയിരിക്കും. അതിൽ ആർക്ക് നമ്മൾ രണ്ട് വശം ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ ഒരേ ആർക്ക് രണ്ട് വശം ഉപയോഗിക്കാൻ പാടില്ല. തുടക്കത്തിലുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ആർക്കിൻ്റെ ഇനീഷ്യൽ വേർട്ടെക്സ് ആയിരിക്കണം, ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ആർക്കിൻ്റെ ടെർമിനൽ വേർട്ടെക്സ്, അത്രയേ ഉള്ളൂ. അവർ മുട്ടുമ്പോൾ സൈക്കിളായി മാറും അല്ലേ. അപ്പം ഫോർ എക്സാമ്പിൾ U3 U5 U7 U4 U3 U5 U7 U4 ഏതൊക്കെയാണ്? U3 എവിടെ? U3 U3 U4 ഒരു മിനിറ്റ്, എന്താ പറഞ്ഞത്? U3 U5 U7 U4 3 5 7 4 3 അതെ 3 U3 5 7 4 ഇതൊരു സൈക്കിളാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ. ഓക്കെ. അപ്പം U3 U5 is a figure is a cycle. പിന്നെ path is a chain which all arcs are directed in the same sense. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ വരുന്ന ആർക്കുകൾ വെച്ച് ഫോം ചെയ്യുന്ന പാത്ത്. ഓക്കെ. ഒരേ ഡയറക്ഷനിൽ വരുന്ന ആർക്കുകൾ വെച്ച് ഫോം ചെയ്യുന്ന സാധനമാണ് ശരിക്കും പാത്ത്. അതായത് U1 U3 U6 U9 is a path. U1 അതുണ്ടല്ല, U1 നമ്മൾ ഈ ഡയറക്ഷനിൽ പോയി, പിന്നെ U3, പിന്നെ U6 ഇങ്ങോട്ട് വന്നു, പിന്നെ U9. അപ്പോൾ ഇതൊരു പാത്താണ്. അതായത് 1 2 3 4 5 എന്നൊരു പാത്താണ്. അല്ലെങ്കിൽ U1 U3 U5 അല്ല U1 U3 U6 U9 അങ്ങനെ പറഞ്ഞൊരു പാത്താണ്, ഒരേ ഡയറക്ഷനിൽ വരുന്നത്. അതൊക്കെ നമ്മൾ അവിടുത്തെ ഡെഫിനിഷനായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി മേ ഓൾസോ ഡിനോട്ട് അതെ വെർട്ടിസസിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ ചെയിനുകളും എന്താണ് പാത്ത് ആവണമെന്നില്ല, പക്ഷേ എല്ലാ പാത്തും എന്തായാലും ചെയിൻ ആയിരിക്കും അല്ലേ. കാരണം ചെയിനിലെ ഡയറക്ഷനെ പറ്റി പറയുന്നില്ല,
അങ്ങോട്ടും ഇങ്ങോട്ടും വരാമല്ലോ. അപ്പോൾ എന്നിട്ട് ആ ചെയിനുകളിൽ തന്നെ നമ്മൾ സൈക്കിളും പറയുന്നത് ഇവിടെ. അപ്പോൾ സൈക്കിളിൽ ഇവിടെ ഡയറക്ഷൻ പറയുന്നില്ല. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ വരുന്നതൊക്കെ നമ്മൾ കൂട്ടി സൈക്കിളാക്കി എടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ആ ഗ്രാഫിൻ്റെ അൺഡയറക്റ്റഡ് വേർഷൻ എടുക്കുക, എന്നിട്ട് അതിൽ സൈക്കിൾ എന്താണോ അത് തന്നെയാണ് ഇവിടെയും സൈക്കിൾ വരുന്നത്. പാത്തിൻ്റെ കേസിൽ മാത്രമേ അവർ എടുത്ത് പറയുന്നുള്ളൂ, ഇങ്ങനെ ഡയറക്ഷൻ സെൻസ് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അവിടെ പഠിച്ച കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട്, അത് ഇവിടെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരാം. പക്ഷേ ഈ ബുക്കിൽ നൊട്ടേഷൻസ് തന്നെ നമ്മളിപ്പോൾ ഫോളോ ചെയ്താൽ പറ്റും. നമുക്ക് ഈ നൊട്ടേഷൻ വെച്ചിട്ടായിരിക്കും നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. അപ്പം അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി ഇതിൽ കുറച്ച് കാര്യം പറയാനുള്ളത് നോക്കാം. അതെ, ഇനിയിപ്പോൾ എനിക്കൊന്നൊരു അർബോറസൻസ് എന്നൊരു ഐഡിയ ഉണ്ട്, അത് പറയാനുണ്ട്. ഇനി ഇതിൽ പറയാനുള്ള സർക്യൂട്ട് ഇസ് സൈക്കിൾ ഇൻ വിച്ച് ഓൾ ആർക്സ് ആർ ഡയറക്റ്റഡ് ഇൻ ദ സെയിം സെൻസ്. അപ്പോൾ സൈക്കിളും സർക്യൂട്ടും രണ്ട് നോഷനിലാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അൺഡയറക്റ്റഡ് വേർഷനിൽ വരുന്ന സൈക്കിൾസ് എടുക്കാം. പക്ഷേ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരേ ഡയറക്ഷനിൽ വരുന്ന എഡ്ജസ് വെച്ച് ഫോം ചെയ്യുന്ന തന്നെ ആയിരിക്കും സർക്യൂട്ട്. അത് ഒരേ ഡയറക്ഷനിൽ വരുന്ന ഒരു സൈക്കിൾ ആ രീതിയിൽ ഫോം. ഇത് പറഞ്ഞാൽ U1 U3 U2 നിങ്ങൾ നോക്കൂ, U1 U3 U2. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ വെർട്ടെക്സ് 1 ആയിരുന്നു, ടെർമിനൽ വെർട്ടെക്സും 1 തന്നെയാണ് അല്ലേ. 1 2 2 3 3 1 ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് അപ്പോൾ അതൊരു സർക്യൂട്ടായി, സൈക്കിളായി, ഒരു സർക്യൂട്ടായി. ഡയറക്ഷൻ നോക്കണം സർക്യൂട്ടിൽ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അതെ, അടുത്ത പറഞ്ഞത് ഗ്രാഫ് ഇസ് സെറ്റ് ടു ബി കണക്റ്റഡ് ഇഫ് ഫോർ എവറി പെയർ ഓഫ് വെർട്ടിസസ് ദർ ഇസ് എ ചെയിൻ കണക്ടിങ് ദ ടു. അതെ, ഒരു ഗ്രാഫ് നമ്മളെപ്പോഴാണ് കണക്റ്റഡ് എന്ന് വിളിക്കുക, ഏത് രണ്ട് പെയർ വെർട്ടിസസ് എടുത്താലും അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചെയിൻ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഗ്രാഫിനെ നമ്മൾ കണക്റ്റഡ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് കണക്റ്റഡ് അല്ല, ബിക്കോസ് ഇവിടെ രണ്ട് നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് ഇപ്പം V9 V8 അല്ലെങ്കിൽ V6 V7 V6 V8 അല്ലെങ്കിൽ V7 V9 എന്നൊരു ചെയിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, അത് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ഇവിടെ രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഡിസ്കണക്റ്റഡായി കിടക്കുമ്പോഴുള്ള ഒരു പോർഷൻ നമ്മൾ കോമ്പൗണ്ട്സ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ഒരു കോമ്പൗണ്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ അല്ലാത്ത കേസിൽ ഒന്ന് കൂടുതൽ അറ്റ്ലീസ്റ്റ് രണ്ട് കോമ്പൗണ്ട്സെങ്കിലും ഉണ്ടാവും ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ. ഓക്കെ, ഇനി പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന നോഷൻ എന്താണ്? ഈ സ്ട്രോങ്ലി കണക്റ്റഡ് എന്താണെന്ന് വെച്ചാൽ ഇഫ് ദർ ഇസ് എ പാത്ത് കണക്ടിങ് എവറി പെയർ ഓഫ് വേർട്ടിസസ് ഇൻ ഇറ്റ് ദെൻ വി സേ ഇറ്റ് ഇസ് സ്ട്രോങ്ലി കണക്റ്റഡ്. ഏത് രണ്ട് വേർട്ടെക്സ് എടുത്താലും അവർ തമ്മിൽ ഒരു പാത്ത് ഫോം ചെയ്യണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പാത്ത് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ സെൻസ് ഉണ്ടാവണം കേട്ടോ. ആ ഡയറക്ഷനും കൂടി ഒരേ ഡയറക്ഷനിൽ പോകുന്നതായിരിക്കണം. അങ്ങനെ ഒരു വേർട്ടെക്സിന് എല്ലാ വേർട്ടെക്സിലേക്കും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ പാത്ത് എന്നുള്ള ഡെഫിനിഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ പഴയ നമ്മൾ അൺഡയറക്റ്റഡ് വേർഷൻ എന്ന് പഠിച്ചത് നിങ്ങൾ ആലോചിച്ച് പോയത് ഗ്രാഫ് തിയറിയിൽ. ഇവിടെ പാത്ത് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റഡ് ആയിട്ടുള്ള എഡ്ജസ്, ഒരേ ഡയറക്ഷനിൽ പോകുന്ന എഡ്ജസ് വെച്ച് ഫോം ചെയ്യുന്ന ആ ഒരു പാത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏത് പെയർ തമ്മിലും ഒരു ഗ്രാഫിൽ ഏത് പെയർ തമ്മിലും ഇങ്ങനത്തെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയാം. നോർമൽ കണക്റ്റഡ്സ് എന്ന് പറഞ്ഞാൽ ചെയിൻ ഉണ്ടായാൽ മതി, ഡയറക്ഷൻ മാറി മാറി പോയാലും ഒരു വെർട്ടെക്സിന് മറ്റേ വെർട്ടെക്സിലേക്ക് തന്നെ കണക്ട് ചെയ്ത് പോകാൻ എത്തണം എന്നുള്ളത് നമുക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ട്രീ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് ആൻഡ് ഹാസ് നോ സൈക്കിൾസ് ഇല്ലാത്ത ഒരു ഗ്രാഫ് ട്രീ, കണക്റ്റഡ് സൈക്ലിക് ഗ്രാഫ് അല്ലേ, ആണ് ട്രീ. അപ്പോൾ ഇവിടെ അതുപോലെ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് ട്രീയിൽ എടുക്കുകയാണെങ്കിൽ n വെർട്ടിസസ് ആണെങ്കിൽ n-1 ആർക്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ രണ്ട് ഫിഗർ കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതാണ്? ഇത് നമുക്ക് തരുന്ന ശരിക്കും എന്താ പറയുക, നമുക്കൊരു അർബോറസൻസ് എന്ന ഐഡിയ പറയാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം സെൻറ്റർ എന്താ പറയണം. അപ്പോൾ വെർട്ടെക്സ് വിച്ച് ഇസ് കണക്റ്റഡ് ടു എവറി അതർ വെർട്ടെക്സ് ഓഫ് എ ഗ്രാഫ് ബൈ എ പാത്ത് ഇസ് കോൾഡ് എ സെൻറ്റർ. അതായത് ഒരു വെർട്ടെക്സ് നമ്മുടെ ഗ്രാഫിലുണ്ട്, ഒന്ന് കൂടുതൽ വെർട്ടെക്സോ ഉണ്ട് വിത്ത് എ പ്രോപ്പർട്ടി ദാറ്റ് ആ വെർട്ടെക്സ് ആ ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സിനോടും കണക്റ്റഡ് ആണ് ബൈ എ പാത്ത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കൂ, ഈ ഡോട്ട് വരച്ചിരിക്കുന്ന ഈ വെർട്ടെക്സ് എല്ലാ വെർട്ടെക്സിനോടും കണക്റ്റഡ് ആണ് ഇൻ ദ ടേംസ് ഓഫ് എ പാത്ത്. കാരണം നമുക്ക് ഡയറക്ഷൻ മാറുന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ടാണ് നോക്കുക, അങ്ങനെ വന്നു, ഇങ്ങനെ തന്നെ വന്നു, കറക്റ്റാണ്. ഇതിലേക്ക് നോക്കൂ, നേരെ വന്നു, പിന്നെ നേരെ തന്നെ പോയി. ഇത് തിരിച്ചായിരുന്നു നമുക്ക് എന്ത് പറയാം, ഇത് കണക്റ്റർ അല്ല പറയായിരുന്നു, സോറി ഇത് സെൻറ്റർ അല്ല എന്ന് പറയായിരുന്നു. കാരണം ഈ വെർട്ടെക്സിലേക്ക് ഈ ഗ്രാഫ് ഈ വെർട്ടെക്സിൽ നിന്ന് ഈ വെർട്ടെക്സിലേക്ക് ഒരു ഡയറക്റ്റ് പാത്തില്ല, ഒരേ ഡയറക്ഷനിലുള്ള പാത്ത് വേണം, അതില്ല. അപ്പം പക്ഷെ ഇവിടെ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഓക്കെയാണ്, ഇവിടുന്ന് ഈ വെർട്ടെക്സിലേക്ക് ഓക്കെയാണ്, ഇവിടുന്ന് ഈ വെർട്ടെക്സിലേക്ക് ഓക്കെയാണ്, ഇവിടെ പോയി ഇവിടേക്ക് പോകുമ്പോൾ ഓക്കെയാണ്, ഡയറക്ഷനൊക്കെ സെയിം ആണ്, ഇവിടുന്ന് ഇവിടേക്ക് ഓക്കെയാണ്,
ഇവിടുന്ന് ഇവിടേക്ക് വന്നിട്ട് ഇങ്ങോട്ട് പോകുന്നത് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇത് ശരിക്കും സെൻറ്ററാണ്. ഓക്കെ, സെൻറ്ററാണ്. അപ്പോൾ എവറി പക്ഷേ സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അപ്പം അത് ഏത് വേർട്ടെക്സിനും നിങ്ങൾ മറ്റേ വേർട്ടെക്സിലേക്ക് എടുത്താലും ഇങ്ങനത്തെ ഒരു പാത്ത് ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫിൽ എല്ലാ വേർട്ടെക്സും സെൻറ്റർ ആയിരിക്കും. ഇതിപ്പോൾ സ്ട്രോങ്ലി കണക്റ്റഡ് അല്ല, കാരണം നമുക്ക് ഇവിടുന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് ഒരു ഡയറക്ഷൻ, ഇങ്ങോട്ടൊരു പാത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എന്താ? ഇതിൻ്റെ ഡയറക്ഷൻ തിരിച്ചാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ട്രീയിൽ ഒബ്വിയസ്ലി ഒന്ന് കൂടുതൽ നമുക്ക് സെൻറ്റർ കിട്ടില്ല. അറ്റ്മോസ്റ്റ് ഒരു സെൻറ്റർ ഉണ്ടാവുള്ളൂ, ഒരു ഡയറക്ഷനിൽ ഉണ്ടാവുള്ളൂ, ഒരു എഡ്ജിന്. ഇല്ലെങ്കിൽ അൺഡയറക്റ്റഡ് ഗ്രാഫ് പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ ഡയറക്റ്റഡ് ഗ്രാഫാണ് ഡിസ്കഷൻ നമ്മൾ, അപ്പോൾ ഇങ്ങനെ വരുള്ളൂ. ഓക്കെ, സോ ഇനി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അർബോറസൻസ് എന്നുള്ളത്. അതായത് ട്രീ വിത്ത് സെൻറ്റർ ഈസ് കോൾഡ് അർബോറസൻസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാധനം ഒരു അർബോറസൻസ് എന്ന് വിളിക്കും. ഇതിനെ നമ്മളൊരു അർബോറസൻസ് എന്ന് വിളിക്കും. അതൊരു ട്രീ ആണ്, ഒരു സെൻറ്റർ ഉണ്ട്, ഒരു വെർട്ടെക്സ് ഉണ്ട്. അപ്പോൾ ഇത് അർബോറസൻസ് ആണ്. പക്ഷേ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിയത്, ഈ ഗ്രാഫ് ശരിക്കും അർബോറസൻസ് അല്ല. കാരണം ഇതിന് അങ്ങനത്തെ ഒരു ഇത് അർബോറസൻസ്, ഇത് നോട്ട് അർബോറസൻസ് ബിക്കോസ് ഇതിന് there is no സെൻറ്റർ. അങ്ങനത്തെ ഒരു വെർട്ടെക്സ് ഈ ട്രീക്ക് ഇല്ല. അപ്പോൾ അത് അർബോറസൻസ് അല്ല. പക്ഷെ ഇതിൽ അങ്ങനെ ഉണ്ട്, നമുക്ക് എല്ലാത്തിലേക്കും പോകാൻ പറ്റും ഈ വെർട്ടെക്സിൽ നിന്ന്. ഓക്കെ, അപ്പം അതാണ്, അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യമായിട്ട് അറിയേണ്ട കുറച്ച് നൊട്ടേഷൻസും കാര്യങ്ങളും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്താണ് പ്രോബ്ലം നോക്കാം, എങ്ങനെയാണ് നമ്മളത് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ വിൽ സ്റ്റോപ്പ് ഫോർ ടുഡേ.